2000 വർഷങ്ങൾക്ക് മുമ്പ് ഗലീല പ്രദേശത്തുള്ളതായ ശിഷ്യഗണം യേശുവിൻ്റെ പിന്നാലെ കടന്നുപോയപ്പോൾ അവർ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും വീരപ്രവൃത്തികളെയും കണ്ടു. ഇതാ 5000 പുരുഷാരം 5 അപ്പം കൊണ്ട് 2 മീൻ കൊണ്ട് അവർക്ക് തൃപ്തി വരുന്നു. കാറ്റ് ശാസിക്കപ്പെടുന്നു, കടൽ ശാന്തമാകുന്നു, കുഷ്ഠരോഗി ശുദ്ധമാകുന്നു, മുടന്തൻ മാനിനെ പോലെ ചാടുന്നു, ഊമൻ്റെ നാമം സ്തുതി മുഴക്കുന്നു, കുരുടൻ്റെ കണ്ണ് തുറക്കപ്പെടുന്നു, മരിച്ചവർ ഇതാ ഉയർത്തെഴുന്നേൽക്കുന്നു. അപൂർവ കാര്യങ്ങളെ കണ്ട് യേശുനാഥൻ്റെ പിന്നാലെ മുന്നോട്ട് പോയവർ ഒടുവിലായി അവർ നിന്നത് ക്രൂശിൻ്റെ ചുവട്ടിൽ ആണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ക്രൂശിനെ മാറ്റിയാൽ വേദപുസ്തകത്തിൽ ഒരിക്കലും ഒരു സുവിശേഷം ഇല്ല. അതുകൊണ്ട് അറ്റ് ദ ഫീറ്റ് ഓഫ് ദ ക്രോസ്, ക്രൂശിന് ചുവട്ടിൽ നിന്ന് ക്രൂശിക്കപ്പെട്ട് ക്രൂശിൽ തകർന്നു കിടക്കുന്ന കർത്താവ് യേശുവിലേക്ക് ഇന്ന് പകൽക്കാലം നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം. യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ജ്ഞാനം തേടുന്നു. പക്ഷേ ഈ തലമുറയിൽ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഒരിക്കൽ കൂടെ ക്രൈസ്റ്റ് സെൻ്റർ ഫാമിലി വചന സന്ദേശത്തിലേക്ക് നിങ്ങളെ സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. അറ്റ് ദ ഫീറ്റ് ഓഫ് ദ ക്രോസ്. ഒരു മനുഷ്യനെ തല ഉയർത്തി നിർത്തുന്നത് അവൻ്റെ ശരീരത്തിലെ നട്ടല് എന്നതുപോലെ കഴിഞ്ഞ 2000 വർഷമായി സുവിശേഷം എന്ന ദീപശിഖ ലോകത്തിൽ എമ്പാടും ഒരു കാട്ടുതീ പോലെ വ്യാപരിക്കുന്നത് കർത്താവ് യേശുവിൻ്റെ ക്രൂശ് നിമിത്തമാണ്. പൗലോസ് ഇപ്രകാരം പറഞ്ഞു, എനിക്കോ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരല്ല. ഗമാലിയൻ എന്ന ജ്ഞാനിയുടെ പാദപീഠത്തിൽ ഇരുന്നുള്ള വിദ്യാഭ്യാസമല്ല, സൻഹദരിയും സംഘത്തിലെ അംഗമല്ല, ഒരു പരീശനായതുകൊണ്ടോ ബെന്യാമിൻ ഗോത്രക്കാരനോ അല്ലെങ്കിൽ റോമ പൗരത്വനോ വലിയ ഏതോ ധനവാനോ ആയതുകൊണ്ടല്ല, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇടവരല്ല. താങ്ക് ഗാഡ് ഫോർ ദ ക്രോസ് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശു കർത്താവിൻ്റെ ക്രൂശിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വാസത്തിന്റെ നായകനായ കർത്താവ് യേശു ഈ പ്രകാരം പറഞ്ഞു, ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെ എങ്കിലേക്ക് ആകർഷിക്കപ്പെടും. ഏതുപോലെ ഉയർത്തപ്പെടണം? മോശ വിചല സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടത് ആവശ്യം. അങ്ങനെയാണെങ്കിൽ സകലരെയും ഞാൻ ആകർഷിക്കും. ഇന്ന് പകലും അന്യഭാഷയോ ജലസ്നാനമോ മറ്റേതെങ്കിലും ഉപദേശങ്ങളോ അത്ഭുതമോ അടയാളങ്ങളോ അല്ല, കാൽവരി ക്രൂശിന്മേൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ ഉയർത്തുവാൻ നമ്മോട് കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ സാന്നിധ്യത്തിനായി സ്തോത്രം. മത്തായി സുവിശേഷം 27-ാം അധ്യായം 46 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ ചിത്രത്തെ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയുന്നു. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9 മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അർത്ഥം. നിന്നിരുന്നവരിൽ ചിലർ അത് കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവരിൽ ഒരുത്തൻ ഒരു സ്പോങ് എടുത്ത് പുളിച്ച വീഞ്ഞ് നിറച്ച് ഓടത്തണ്ടിന്മേൽ ആക്കി അവന് കുടിപ്പാൻ കൊടുത്തു. ശേഷമുള്ളവർ നിൽക്കാം, ഏലിയാവ് അവനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽതൊട്ട് അടിയോളം 2 ചിന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറുകൾ തുറന്നു, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങളിൽ പലതും ഉയർത്തെഴുന്നേറ്റു. വീണ്ടും തിരുവചനത്തിൽ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ ആ ഭാഗത്ത് ചിന്തിപ്പാൻ തക്കണം കഴിയും. പക്ഷേ ഇത് പകൽക്കാലം ഒരൊറ്റ വാക്ക് മാത്രം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യട്ടെ. അറ്റ് ദ ഫീറ്റ് ഓഫ് ദ ക്രോസ്. യേശു കർത്താവിൻ്റെ പിന്നാലെ കടന്നു പോകുവാനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. 1 പത്രോസിൻ്റെ ലേഖനം 2:21 വായിക്കുമ്പോൾ യേശു നമുക്ക് മുൻപായി കടന്നു പോകുന്നു. അവൻ്റെ കാൽ ചുവടുകളെ പിന്തുടരുവാൻ ദൈവമായ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, നമുക്ക് മുൻപായി ഒരു നേതാവ് ഇതാ പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ നേതാവ് ഒരു മനുഷ്യനല്ല, പകരം രാജാതി രാജാവും കർത്താതി കർത്താവും ദൈവാതി ദൈവമായ നസ്രേനായ യേശുവത്രേ. ലോകപ്രസിദ്ധനായ നെപ്പോളിയൻ ചക്രവർത്തി ഈ പ്രകാരം പറയുകയുണ്ടായി, 100 നായ്ക്കളുടെ മുൻപിൽ നേതാവായ ഒരു സിംഹം നിന്നാൽ ആ സൈന്യം നിശ്ചയമായി ജയിക്കും. കാരണം എന്ത്? നേതാവ് പരാജയമെന്തെന്നറിയാത്തതായ ഒരു സിംഹമത്രേ. എന്നാൽ ഒരു നായെ നേതാവാക്കി 100 സിംഹങ്ങൾ പിൻപിൽ നിന്നാൽ ആ സൈന്യം പരാജയപ്പെടും. എൻ്റെ വാക്കുകളല്ല, മഹാനായ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ വാക്ക് ആണ്. സോ അർത്ഥം, നേതാവ് എങ്ങനെ ഇരിക്കുമോ അതുപോലെ ഇരിക്കും ആ സൈന്യത്തിൻ്റെ ജയം. നേതാവ് പട്ടിയാണെങ്കിൽ അതെ, ആ സൈന്യം സിംഹമാണെങ്കിലും തോറ്റുപോകും. നേതാവ്
സിംഹമാണെങ്കിൽ നായ്ക്കളുടെ ഗണമാണ് ആ സൈന്യത്തിലെങ്കിലും നേതാവ് സിംഹമായതുകൊണ്ട് ആ സൈന്യത്തിന് അതെ നിശ്ചയമായി ജയമുണ്ട്. അതുകൊണ്ട് നമുക്കൊരു നേതാവുണ്ട്, പരാജയം അറിയാത്തവൻ, ഇരുമ്പുടാമ്പലുകളെ തകർക്കുന്നവൻ, താമ്രഭിത്തിയെ ഉടയ്ക്കുന്നവൻ, ദുർഘടങ്ങളെ നിരപ്പാക്കുന്നവൻ, വഴിയുണ്ടെങ്കിൽ നടത്താം മക്കളെ എന്ന് പറയാതെ ഇല്ലാത്ത വഴിയിലൂടെ ജയത്തിന് മേൽ ജയമായി ദൈവത്തിൻ്റെ കൃപയാൽ നടത്തുന്നവൻ, ആ യേശു നമുക്ക് മുൻപായി കടന്നു പോകുന്നു. യേശുവിൻ്റെ പിന്നാലെ നാം ഗമിക്കുമ്പോൾ ഒരു ദിവസം ചെന്ന് നിൽക്കുന്നത് അറ്റ് ദ ഫീറ്റ് ഓഫ് ദ ക്രോസ്, ക്രൂശിൻ്റെ ചുവട്ടിലാണ്. ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ക്രിസ്തു ശിഷ്യൻ ക്രൂശിൽ കിടക്കുന്ന യേശുവിലേക്ക് നോക്കുമ്പോൾ ആ ക്രൂശിലൂടെ ഹാബിലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം ഒലിച്ചിറങ്ങുന്നത് കാണുവാൻ കഴിയും. അല്പകൂടെ തല ഉയർത്തി നോക്കിയാട്ടെ. അല്പകൂടെ തല ഉയർത്തി നോക്കുമ്പോൾ 2 കാലുകൾ ഒരാണിയിൽ ഇതാ തറച്ചു വച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. 2 കാലുകൾ ഇതാ ആ ആണിയിൽ തറച്ചിരിക്കുന്ന ലോകം കണ്ട ഏറ്റവും വലിയ സുവിശേഷ പ്രാസംഗികൻ, ലോകം കണ്ട ഏറ്റവും വലിയ സുവിശേഷകൻ ഡോക്ടർ ബില്ലി ഗ്രഹാം അല്ല, T.L. ഓസ്ബോൺ അല്ല, കർത്താവായ യേശുവാണ്. വേദപുസ്തകം പറയുന്നു, എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ യേശു ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും വലിയ അപ്പോസ്തലൻ. ലൂക്കോസ് സുവിശേഷം 24:19 പറയുന്നു, യേശു ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകൻ. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 11-14 വാക്യങ്ങൾ പറയുന്നു, കർത്താവ് യേശു ക്രിസ്തു ലോകം കണ്ട ഏറ്റവും നല്ല ഇടയൻ. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു, ലോകം കണ്ട ഏറ്റവും വലിയ സദ്ഗുരു, ഏറ്റവും നല്ല ടീച്ചർ കർത്താവായ യേശു അത്രേ. ലോകം കണ്ട ഏറ്റവും വലിയ അപ്പോസ്തലൻ, ഏറ്റവും വലിയ പ്രവാചകൻ, ഏറ്റവും നല്ല ഇടയൻ, ഏറ്റവും നല്ല ഉപദേഷ്ടാവ് അല്ലെങ്കിൽ ടീച്ചർ കർത്താവ് യേശു ആയിരിക്കുന്നത് പോലെ ലോകം കണ്ട ഏറ്റവും വലിയ സുവിശേഷകനും യേശു കർത്താവ് അത്രേ. യെശയ്യാവ് പറയുകയാണ്, ഇതാ സുവാർത്ത ദൂതൻ്റെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം. സുവിശേഷവുമായി യേശു ഓടി നടന്നു. അപ്പോസ്തല പ്രവൃത്തി 10:38 വായിക്കുമ്പോൾ അവൻ നന്മ ചെയ്തും കൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. ഹി വാസ് ഡൂയിങ് ഗുഡ്. നന്മ സുവിശേഷിച്ചും കൊണ്ട് യേശു കർത്താവ് ഓടി നടന്നതായ അവൻ്റെ 2 പാദങ്ങൾ ഇതാ ക്രൂശിച്ചിരിക്കുന്നു. നീതിയും വിശ്വസ്തതയും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നീതിയും വിശ്വസ്തതയും ക്രൂശിൽ ഇതാ ആണിക്ക് കീഴിൽ അവ ഇതാ ചുംബിച്ചിരിക്കുന്നു. 2 പാദങ്ങൾ ഒരുമിച്ച് ചേർത്ത് ഇതാ തറച്ചിരിക്കുന്നു. വീണ്ടും അതെ, കൃപയും സത്യവും തമ്മിൽ എതിരേറ്റിരിക്കുന്നു. 2 പാദങ്ങൾ ഒരുമിച്ച് സമ്മേളിച്ചിരിക്കുന്നു. അല്പം കൂടെ വ്യക്തമാക്കട്ടെ, 2 പാദങ്ങളും ഒരാണിയും. സോ 2 + 1 = 3. 2 + 1 3. 2 പാദങ്ങളും ഒരു ആണിയും അത്രേ ആ ക്രൂശിൻ്റെ ചുവട്ടിൽ നിങ്ങൾക്ക് കാണുവാൻ കൊണ കഴിയുന്നത്. 2 പാദങ്ങളും ഒരാണിയും. അതെ, മൊത്തമായി നോക്കുമ്പോൾ 3. 2 പാദങ്ങളും ഒരാണിയും. ഒരു ട്രിനിറ്റി, ഒരു തൃത്വ സംഖ്യ ക്രൂശിൻ്റെ ചുവട്ടിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. വേദപുസ്തകത്തിൻ്റെ ഏടുകളും താളുകളും പരിശോധിക്കുമ്പോൾ ഒരു തൃത്വത്തിൻ്റെ സമാഹാരം ഓരോ അധ്യായങ്ങളിലും ഓരോ പുസ്തകങ്ങളിലും ഓരോ ദൈവമക്കളുടെ ജീവിതത്തിലും ദൈവിക തൃത്വം വെളിപ്പെട്ടിരിക്കുന്നത് കാണുവാൻ കഴിയും. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ഇപ്രകാരം പറഞ്ഞു, നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ നമുക്ക് നിർമ്മിക്കാം. ഹേ, ആരാണ് നമുക്ക് എന്ന് പറഞ്ഞാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. തൃത്വമാകുന്ന കർത്താവ് മനുഷ്യനെ നിർമ്മിച്ചപ്പോൾ ആത്മാവ്, പ്രാണൻ, ശരീരം എന്ന തൃത്വ മണ്ഡലത്തിലുള്ള ത്രിമാന മനുഷ്യനത്രേ ഉണ്ടായത്. സൃഷ്ടിയുടെ ആരംഭത്തിലെ ദൈവിക തൃത്വം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ആദിമ മനുഷ്യനിലും ദൈവിക തൃത്വം വെളിപ്പെട്ടു. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ ഭവനത്തിൽ 3 പുരുഷന്മാർ ഇതാ കയറി വരുന്നതായി വേദപുസ്തകം പറയുന്നു. ഇതാ അബ്രഹാമിൻ്റെ ഭവനത്തിൽ കടന്നു വന്നതായ ദൈവദൂതന്മാർ തൃത്വമത്രേ, 3 പേരത്രേ. മോശ, പഴയ നിയമത്തിലെ ഏറ്റവും വലിയ പ്രവാചകനായ മോശ പറയും, എനിക്കും എൻ്റെ ജീവിതത്തിലും പറയുവാൻ ഒരു തൃത്വമുണ്ട്. അമാലേക്കൻ ആക്രമിച്ചതായ നാളിൽ ഞാൻ പർവ്വതത്തിൽ കയറിയപ്പോൾ എന്നോടൊപ്പം 2 പേർ കയറി. ഒരു വശത്ത് അഹരോൻ, മറുവശത്ത് ഹൂര്. സോ അഹരോൻ, ഹൂര്, മോശ, അവിടെയും ഇതാ തൃത്വമുണ്ട്. പ്രസിദ്ധമായ വിജയം ദൈവം ഗിദെയോനിലൂടെ വെളിപ്പെടുത്തുമ്പോൾ 100 100 100 300 കൂട്ടം, ഒരു 3ന്റെ 100 കൂട്ടമത്രേ കുടമുടച്ച് പന്തം ജ്വലിപ്പിച്ച് യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി വാൾ എന്ന് ആർത്തപ്പോൾ ശത്രുവിൻ്റെ പാളയത്തിൽ ഇതാ വലിയ പാച്ചിൽ വെളിപ്പെട്ടത്. 3 കൂട്ടം കുടമുടച്ചു, പന്തം ജ്വലിപ്പിച്ചു, കാഹളമൂതി. 3 കാര്യം അവർ ചെയ്തു. 300 കൂട്ടം. ഗിദെയോൻ പറയും 3 കൂട്ടം
3 കാര്യം ചെയ്തു. കൃത്വമണ്ഡലം വെളിപ്പെട്ടപ്പോൾ ശത്രുവിൻ്റെ പാളയം തകർന്ന് വലിയൊരു ജയമുണ്ടായി. പഴയ നിയമത്തിൽ പറവാൻ നേരമില്ലല്ലോ. ഇങ്ങ് ദൂരെ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ മറുരൂപ മലയിലേക്ക് യേശു കർത്താവ് കയറി പോകുമ്പോൾ 9 ശിഷ്യന്മാരെ താഴെ നിർത്തിയിട്ട്, ഹേ പീറ്റർ, ജെയിംസ് ആൻഡ് ജോൺ, പത്രോസ്, യാക്കോബ്, യോഹന്നാനെ, നിങ്ങൾ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് യേശു കർത്താവ് ഇതാ പർവ്വതത്തിന് മുകളിലേക്ക് കയറിപ്പോയി. അവിടെ ഇതാ 3 തൃത്വം, ദൈവ സാന്നിധ്യം, ദൈവ മഹത്വത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടു. മോശയും ഏലിയാവും കർത്താവായ യേശുവും. താഴെ നിന്ന് 3 കൂട്ടർ കയറിപ്പോകുന്നു. അതെ, 3 കൂട്ടർ വിണ്ണിൻ്റെ സന്താനങ്ങളായി അല്ലെങ്കിൽ വിണ്ണിൻ്റെ വക്താക്കളായി ഇറങ്ങി നിന്ന് മഹത്വത്തിൽ നിറഞ്ഞ് സംസാരിക്കുന്നു. പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും നിങ്ങൾക്ക് 3ൻ്റെ കോമ്പിനേഷൻ, 3ൻ്റെ സമ്മേളനം കാണുവാൻ തക്കോണം കഴിയും. 2000 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചന നിവൃത്തിക്ക് അനുസരിച്ച് ഒരാണിയിൽ ഇതാ 2 പാദങ്ങൾ ഒരുമിച്ച് ചേർത്ത് തറച്ചിരിക്കുന്നു. നിങ്ങൾ ചോദിക്കാം, ഹേ ബ്രദർ, എന്തിനു വേണ്ടിയാണ് യേശു കർത്താവിൻ്റെ പാദങ്ങൾ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ, ഒന്നും നിന്നെ തകർക്കാതിരിപ്പാൻ. വേദപുസ്തകം പറയുന്നു, ഉൽപ്പത്തി 3:15 വായിക്കുമ്പോൾ, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും, നീ അവൻ്റെ തലയെ തകർക്കുമ്പോൾ അവൻ നിന്റെ കുതികാൽ തകർക്കും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ശത്രുവിൻ്റെ തല നിന്നിലൂടെ തകർക്കുമ്പോൾ അവൻ നിന്റെ കുതികാൽ തകർക്കും. ഹി കനോട്ട് ടച്ച് യുവർ ഹെയർ, പക്ഷേ അവൻ്റെ കുതികാൽ നീ തകർക്കുക തന്നെ ചെയ്യും. അർത്ഥം, എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, അവൻ നിന്റെ കുതികാൽ തകർക്കും. അർത്ഥം, നിങ്ങൾ ഒരുപക്ഷെ മുറിവേറ്റവരായിരിക്കാം, ധൈര്യമായിരിക്കാം, പക്ഷേ നിങ്ങൾ തോറ്റവർ അല്ല. നിങ്ങൾ മുറിവേൽക്കാം, പക്ഷേ തോൽവി നിങ്ങൾക്കില്ല. കാരണം എന്ത്? 1 കൊരിന്ത്യർ 15:57 നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങളെ വിളിച്ചത് തോൽക്കാനല്ല, ദൈവം നിങ്ങളെ വിളിച്ചത് ജയിപ്പാനാണ്. റോമർ 8:37 പറയുന്നു, വി ആർ മോർ ദാൻ കോൺകറർ ഇൻ ക്രൈസ്റ്റ് ജീസസ്. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നാം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. അതുകൊണ്ട് കർത്താവ് യേശുവിൻ്റെ കാൽ തകർക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? 91 സങ്കീർത്തനം പ്രസിദ്ധമായ വാക്യം, സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെ നീ മെതിച്ച് കളയും. ചിലതിനെ നിനക്ക് ചവിട്ടുവാനുണ്ട്, ചിലതിനെ നിനക്ക് മെതിച്ച് കളവാനുണ്ട്. ഹേ ദൈവ പൈതലേ, നീ തോറ്റവനല്ല. ആരാ പറഞ്ഞത് നിനക്ക് തോൽവിയുണ്ടെന്ന്? ആരാ പറഞ്ഞത് നീ തീരുമെന്ന്? ആരാ പറഞ്ഞത് നീ അവസാനിച്ചെന്ന്? യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞാൻ നിന്നെ നോക്കി പ്രവചിക്കുന്നു. ചിലതിനെ നീ തകർക്കുവാൻ പോകുന്നു, ചിലതിനെ നീ ചവിട്ടുവാൻ പോകുന്നു, ചിലതിനെ നീ മെതിക്കുവാൻ പോകുന്നു. കാണും, 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ കുഞ്ഞാടാകുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പാദങ്ങൾ കാൽവരി ക്രൂശിന്മേൽ വെച്ച് നിനക്ക് വേണ്ടി തകർക്കപ്പെട്ടത് നിന്റെ പട്ടണത്തിൽ, ഗ്രാമത്തിൽ, നിന്റെ രഹസ്യത്തിൽ, പരസ്യത്തിൽ, നിന്റെ ഭൗതികത്തിൽ, ആത്മീയത്തിൽ, നിന്റെ ആരോഗ്യത്തിൽ, നിന്റെ സമ്പത്തിൽ, ഒന്നിനും നിന്നെ തകർക്കാൻ കഴിയാതെ സകലതിനെയും നീ തകർക്കുവാൻ ഗുണം യേശു കർത്താവിൻ്റെ പാദം നിനക്ക് വേണ്ടി തകർക്കപ്പെട്ടു. അറ്റ് ദ ഫീറ്റ് ഓഫ് ദ ക്രോസ് ഇറ്റ് ഈസ് ബിഗിൻസ് വിത്ത് വിക്ടറി. ക്രൂശ് അത് ജയത്തോടെ ആരംഭിക്കുന്നത് അത്രേ. അതുകൊണ്ട് ക്രൂശിക്കപ്പെട്ട യേശുവിനെ ഉയർത്തുമ്പോൾ ജയം 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 മാത്രമേ ചിന്തിക്കാവൂ, ജയം മാത്രമേ പറയാവൂ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായി നിങ്ങൾക്ക് ക്രൂശിലേക്ക് നോക്കുമ്പോൾ കാണുവാൻ തക്കോണം കഴിയുന്നത്, യേശു കർത്താവ് ക്രൂശിൽ മിക്കവാറും മിക്കവാറും നഗ്നനായിട്ടത്രേ അവൻ കിടന്നിരുന്നത്. ഏശയ്യാ പ്രവചനം 52 14-15 വാക്യങ്ങൾ. അതുപോലെ ഏശയ്യാ പ്രവചനം തന്നെ 53 3 വേദപുസ്തകം പറയുന്നു, ഹി വാസ് ഡിസ്പൈസ്ഡ് ആസ് വെൽ ആസ് റിജക്റ്റഡ് ബൈ മെൻ. മനുഷ്യൻ്റെ മുൻപാകെ അവൻ നിന്ദിക്കപ്പെട്ട് ആയിരുന്നു. നിങ്ങൾ ഏത് യേശുവിൻ്റെതായ ചിത്രം കണ്ടു, ഏത് പ്രതിമ കണ്ടു എന്നത് എനിക്ക് വിഷയമല്ല. തിരുവചനം പറയുന്നു, സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം, എന്നേക്കും വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാത്ത ദൈവവചനം പറയുന്നു, യേശു കർത്താവ് നിന്ദിക്കപ്പെട്ടവനായി, അവനെ കാണുന്നവരൊക്കെ മുഖം മറച്ചു കളയത്ത ക്രമത്തിൽ നിന്ദിക്കപ്പെട്ടവനായി ക്രൂശിൽ കിടന്നു എന്ന്. എന്തിനു വേണ്ടി കർത്താവ് യേശു നിന്ദിക്കപ്പെട്ടവനായി? യേശു നിന്ദിക്കപ്പെട്ടത് നിന്റെ നിന്നയെ അവൻ ഏറ്റെടുത്തു, പകരം ദൈവത്തിൻ്റെ കൃപയാൽ നീ മാനിക്കപ്പെടുവാൻ. യേശു ക്രൂശിന്മേൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് വിവസ്ത്രനായത്, നഗ്നനായി തൂങ്ങിയത്, ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ തേജ
തേജസ്സിൻ്റെ വസ്ത്രത്തിൽ നീയും ഞാനും കവർ ചെയ്യപ്പെടുവാനത്രേ. അതേ, നിന്ദയുടെ കാലങ്ങൾ കഴിഞ്ഞു പോയി സഹോദരങ്ങളെ. ആരെങ്കിലും നിങ്ങളെ നിന്ദിക്കുവാൻ തക്കോണം അപവാദങ്ങളെ പറയുന്നു എങ്കിൽ, നിറം പിടിച്ച കള്ളക്കഥകൾ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾക്കെതിരെ പ്രചരിപ്പിക്കുന്നു എങ്കിൽ, ഇന്ന് പകൽക്കാലം ഒതുങ്ങിപ്പോകരുതേ. ഇരുട്ടറയ്ക്കകത്ത് നിന്ന് പുറത്തു വരുവാൻ ഒരു സമയം വന്നിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കാഹളം ഊതുന്നത് പോലെ എല്ലാ നിരാശകളിൽ നിന്ന് പുറത്തെടുക്കുവാൻ, എല്ലാ ഇരുട്ടറയിൽ നിന്നും കുണ്ടറകളിൽ നിങ്ങളെ പുറത്തെടുക്കുവാൻ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ഈ ദൈവവചനമാകുന്ന കാഹളത്തെ ഊതി പറയുന്നു. Come forth in Jesus' name. യേശുവിൻ്റെ നാമത്തിൽ പുറത്തേക്ക് ഇറങ്ങിയാട്ടെ. ചുറ്റുമുള്ള ശത്രുക്കളെ മുൻപിൽ നിങ്ങളുടെ തല ഉയരുവാൻ പോകുന്നു. നിങ്ങളെ നിന്ദിച്ചവരുടെ നടുവിൽ ദൈവം നിങ്ങളെ മാനിക്കുവാൻ വേണ്ടി പോകുന്നു. കാരണം ലോകം നിങ്ങളെ നിന്ദിക്കുമ്പോൾ യേശു നിന്റെ നിന്ദയെ കാൽവരി ക്രൂശിന്മേൽ ഏറ്റെടുത്തു. കാരണം ദൈവം അവൻ നിങ്ങളെ വസ്ത്രാക്ഷേപം ചെയ്യുന്നവനല്ല, പകരം ഹീസ് എ ഗാഡ് ഓഫ് കവറിങ്. അവൻ നിങ്ങൾക്ക് വസ്ത്രത്തെ നൽകി അവൻ കവർ ചെയ്യുന്നവനത്രേ. ദൈവം നിന്നെ പൊതിയുന്നവനത്രേ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 21-ാം വാക്യം വായിക്കുമ്പോൾ, മനുഷ്യനതാ ദൈവത്തിന് മുൻപിൽ പാപം ചെയ്തു. ദൈവ തേജസ്സിൻ്റെ കവറിങ്, ദൈവ തേജസ്സിൻ്റെ വസ്ത്രം അവനിൽ നിന്ന് മാറിപ്പോയി. അവൻ നഗ്നനെന്ന് അവൻ അറിഞ്ഞു. വേദപുസ്തകം പറയുന്നു, ഏതേൻ തോട്ടത്തിൻ്റെ വാതിക്കൽ ഷെയിം ഷെയിം പപ്പി ഷെയിം എന്ന് പറഞ്ഞ് മനുഷ്യനെ നോക്കി പരിഹസിപ്പാൻ ഒരു സാത്താൻ കാത്തിരിക്കുന്നു. എന്നാൽ പരിഹസിപ്പാൻ കാത്തിരിക്കുന്ന ആ കൂട്ടർ ദൈവത്തിൻ്റെ ജനമായിരുന്ന ആദിമ മനുഷ്യനാകുന്ന മനുഷ്യനെ പരിഹസിക്കാതിരിക്കേണ്ടതിന് വേണ്ടി വേദപുസ്തകം പറയുന്നു, ദൈവം ഒരു മൃഗത്തെ എടുത്തു. അതിൻ്റെ കരച്ചിൽ നിങ്ങൾക്ക് ഉൽപ്പത്തി മുതലേ കേൾക്കുവാൻ തക്ക കഴിയും. ദൈവം അതിനെ കൊന്നു. കൊന്നപ്പോൾ അത് കരഞ്ഞു കാണും. അതിൻ്റെ വസ്ത്രത്തെ ഉരിച്ചു. മനുഷ്യന് വസ്ത്രമുണ്ടാക്കി അവനെ ഉടുപ്പിച്ചിട്ടാണ് ദൈവം അവനെ പുറത്തേക്ക് വിട്ടത്. അർത്ഥം, നിങ്ങളെ പരിഹസിക്കുവാൻ കാത്തിരിക്കുന്നവരുടെ വായെ അടയ്ക്കുന്ന ദൈവത്തിൻ്റെ കവറിങ്ങിനായി സ്തോത്രം. ഹി ഈസ് ദ ഗാഡ് ഓഫ് കവറിങ്. ദൈവം എന്നെ കവർ ചെയ്തത് കൊണ്ട്, ദൈവം നിങ്ങളെ കവർ ചെയ്യുന്നത് കൊണ്ട്, ദൈവം നിങ്ങളെ തൻ്റെ തേജസ്സിനാൽ പൊതിയുന്നത് കൊണ്ടത്രേ നാം ഇന്നും ദൈവത്തിൻ്റെ കൃപയാൽ സുവിശേഷം പ്രസംഗിക്കുന്നത്. മനുഷ്യനല്ല, പണമല്ല, സ്വാധീനമല്ല, രാഷ്ട്രീയമല്ല, പകരം ദൈവത്തിൻ്റെ തേജസ്സിനാൽ, ദൈവ മഹത്വത്താൽ ദൈവം നമ്മെ പൊതിയുമാറാകട്ടെ. ഇന്നാളുകളിലും നമ്മുടെ സഭകളിൽ കസേരകൾ നിറയുന്നത്, ബെഞ്ചുകൾ നിറയുന്നത് ദൈവജനത്തെ ദൈവം കവർ ചെയ്യുന്നത് കൊണ്ടാണ്. ദൈവം അവരെ കവർ ചെയ്താതെ ഇരുന്നു എങ്കിൽ ദൈവത്തിൻ്റെ ആലയങ്ങൾ ലോകം മുഴുവനായി അത് ഒഴിഞ്ഞു കിടന്നേനെ. അതുകൊണ്ട് കാലാകാലങ്ങളിൽ ലക്ഷോപലക്ഷമല്ല, കോടാനുകോടി ദൈവത്തിൻ്റെ മക്കളെ ദൈവമായ കർത്താവ് അവിടെ നിന്ദകളെ മാറ്റി കവർ ചെയ്തുവെങ്കിൽ നിങ്ങൾക്കുള്ള ദൂതിതത്രേ. ചിലത് നിങ്ങളിൽ നിന്ന് ഉരുണ്ട മാറുകയാണ്. നിങ്ങളെ നിന്ദിക്കുന്നതായ ആ നിന്ദകൾ ഉരുണ്ട മാറുന്നു. ആ ജപ്തി നോട്ടീസ് നിങ്ങളെ തൊടുകയില്ല. ആ കള്ള കേസുകൾ നിങ്ങൾക്കെതിരെ തിരിഞ്ഞ് ഉരുളുകയില്ല. കല്ലുരുട്ടുന്നതിന് മേൽ കല്ല് തിരിഞ്ഞ് ഉരുളുവാൻ വേണ്ടി പോകുന്നു. ദൈവം നിന്നെ നിന്ദിക്കുന്നവനല്ല, ദൈവം നിന്നെ മാനിക്കുന്നവനത്രേ. 1 ശമൂവേൽ 2:30 പറയുന്നു, ഐ വിൽ ഓണർ ദീ ദോസ് ഹു ഓണർ. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അതുകൊണ്ട് ധൈര്യമായിരിക്കുക. ദൈവമായ കർത്താവ് ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങളെ നിന്ദയ്ക്ക് വേണ്ടി ഇട്ടുകളയത്തില്ല. അവൻ നിങ്ങളെ മാനിക്കും. നിന്ദിക്കുന്ന നടുവിൽ മാനിക്കുന്നവനായ ദൈവം. മൂന്നാമതായി കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് അവസാനമായി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു, അവനിതാ നിലവിളിക്കുന്നു, എല്ലോഹി എല്ലോഹി ലമ്മ ശബക്താനി. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വ്യാപിച്ചു കിടക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിൻ്റെ, നീളത്തിൻ്റെ, വീതിയുടെ, ഉയരത്തിൻ്റെ സമ്മിശ്രമായിരുന്നു പിതാവായ ദൈവവും പുത്രനായ ക്രിസ്തുവും തമ്മിലുള്ള സ്നേഹബന്ധം. ഞാൻ ആവർത്തിക്കട്ടെ, മറ്റേതെങ്കിലും ഭക്തന്മാരല്ല, ഏതെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹിതന്മാരല്ല, ഏതെങ്കിലും ദൈവത്തിൻ്റെ ദാസന്മാരല്ല, പകരം കർത്താവായ യേശുവും പിതാവായ ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ മാത്രമേ വേദപുസ്തകത്തിൽ കാണുന്ന ഏറ്റവും വലിയ സ്നേഹം. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദും ദൈവവുമായിട്ടുള്ള സ്നേഹമല്ല, ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലുമായിട്ടുള്ള സ്നേഹബന്ധമല്ല, 2 പ്രാവശ്യം 40 ദിവസം ഉപവസിപ്പാൻ മലമേൽ കയറിപ്പോയതായ മോശയുടെ അടുക്കൽ ഇറങ്ങി നിന്ന ദൈവ തേജസ്സല്ല, തൻ്റെ സ്നേഹിതൻ എന്ന ലജ്ജ കൂടാതെ ദൈവം വിളിച്ചതായ അബ്രഹാമും ദൈവവും തമ്മിലുള്ള സ്നേഹബന്ധമല്ല, പകരം കർത്താവായ യേശുവും പിതാവായ ദൈവവും തമ്മിലുള്ളതായ ആ വലിയ സ്നേഹബന്ധം. അതുകൊണ്ടാണ് തല ഉയർത്തി സങ്കോചമില്ലാതെ യേശു പ്രകാരം പറഞ്ഞത്, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും എൻ്റെ പിതാവും ഒന്നത്രേ. ആ സ്നേഹബന്ധം വലുതായിരുന്നു. എന്നാൽ ഇപ്പോഴാ എൻ്റെ പാപം, നിങ്ങളുടെ പാപം, ഇന്നലകൾ ജീവിച്ചിട്ടുണ്ട് പാപം, കാലമുണ്ടെങ്കിൽ നാളെ ഉള്ളവരുടെ പാപം മുഴുവൻ യേശുവിൻ്റെ മേൽ കടന്നു വന്നപ്പോൾ
പിതാവായ ദൈവം അവനിൽ നിന്ന് മുഖം തിരിച്ചു. അതുവരെയും ഉള്ളതായ സ്നേഹമിതാ വിച്ഛേദിക്കപ്പെട്ടു. യേശു കർത്താവ് നിലവിളിച്ചു, ഏലി ഏലി ലമ്മ ശബക്താനി. ആ വിച്ഛേദനം, ആ ബന്ധത്തിൻ്റെ മാറ്റം യേശുവിൻ്റെ ഹൃദയത്തെ തകർത്തു. മയോകാർഡിയൽ അറസ്റ്റ് എന്ന മെഡിക്കൽ ടേം വിളിക്കുന്നതായ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയ സ്തംഭനം യേശുവിനെ കടന്നു വരികയാണ്. എന്നോടൊപ്പം സഞ്ചരിക്കുന്ന പല ഡോക്ടേഴ്സ് എന്നോട് ഇപ്രകാരം പറഞ്ഞു, മനുഷ്യൻ്റെ ഹൃദയത്തിന് ചുറ്റുമൊരു ദ്രാവക രൂപത്തിലുള്ള ഒരു കവറിംഗ് ഉണ്ട്. എന്നാൽ യേശുവിന് എന്താ സംഭവിച്ചത്? പിതാവായ ദൈവം തന്നെ തള്ളിക്കളഞ്ഞപ്പോൾ അയ്യോ അവൻ്റെ ഹൃദയം തകർന്നു. യേശുവിൻ്റെ ഹൃദയം പൊട്ടി. യേശു കർത്താവ് ഹൃദയം പൊട്ടി അത്രേ ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി മരിച്ചത്. അല്ലാതെ ചാട്ടവാറടിയല്ല, മുൾക്കിരീടമല്ല, ക്രൂശിൽ തറച്ചതായ ആണിയല്ല യേശുവിനെ കൊന്നത്. പിതാവായ ദൈവം തന്നിൽ നിന്ന് മുഖം തിരിച്ചപ്പോൾ തൻ്റെ ഹൃദയ സ്തംഭനമുണ്ടായി. ഹൃദയം പൊട്ടി തകർന്ന് യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഓ, അതിനർത്ഥം ദൈവം സ്നേഹം തന്നെ. ദൈവം ദേഷിക്കുന്നവനല്ല, ദൈവം നിന്നെ സ്നേഹിക്കുന്നവൻ. അത്ര ഒരു കാര്യം കൂടി ഞാൻ പെട്ടെന്ന് പറയട്ടെ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഏതൊരു തോട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം ചോദിച്ചു, ആദാമേ നീ എവിടെ? ഒറിജിനൽ ടെക്സ്റ്റിങ്ങിൽ ഇങ്ങനെയാണ് കാണുന്നത്. അതെ, ഒറിജിനൽ പരിഭാഷയിൽ ഇങ്ങനെയാണ് കാണുന്നത്. ആദാം, ഹൗ ആർ യു? ആദാമേ നീ എങ്ങനെയുണ്ട്? ആദാമേ നീ എങ്ങനെയുണ്ട്? നീ എന്തോ ചെയ്യുന്നു ആദാമേ? നിനക്ക് എങ്ങനെ ഇരിക്കുന്നു എന്ന് സ്നേഹത്തോടെ ദൈവം വിളിച്ച് ചോദിച്ചു. അതേ സ്നേഹം നിങ്ങൾ അനുഭവിപ്പാൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിന്മേൽ ഹൃദയം തകർന്ന്, ഹൃദയം പൊട്ടിത്തകർന്ന് യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഈ ലോകത്തിലാരും അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി മരിക്കത്തില്ല. എന്നാൽ കൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് തൻ്റെ പുത്രനായ യേശുവിനോട് എത്ര വലിയ സ്നേഹം ക്രൂശിന്മേൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഹൃദയം പൊട്ടിത്തകർന്ന് യേശു മരിച്ചു എങ്കിൽ ഇന്ന് പകൽക്കാലം കണ്ണുകൾ അടച്ച് ഈ TV സ്ക്രീനിലേക്ക് 2 കരങ്ങൾ നീട്ടി യേശുവിലേക്ക് നോക്കി നമുക്ക് പറയാം, യേശുവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു.